നമസ്കാരം. മനുഷ്യൻ അന്നും ഇന്നും എന്നും ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവം ആര്? ദൈവം എവിടെ? ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ പ്രശ്നം മാറുന്നില്ല? ദൈവം സത്യമായും കേൾക്കുന്നുണ്ടോ? സത്യത്തെ അന്വേഷിക്കുന്ന ഹൃദയത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരം നൽകുന്നു. എന്നാൽ ചോദ്യം വിനയത്തിൻ്റെ അന്വേഷണമായി മാറുന്നോ അതോ അഹങ്കാരത്തിൻ്റെ വെല്ലുവിളിയായി മാറുന്നു എന്നതാണ് നിർണായകം. കർത്താവെ, എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നെ പഠിപ്പിക്കണമേ എന്ന ചോദ്യം വിശ്വാസത്തിലേക്കുള്ള വാതിലാണ്. എന്നാൽ നീ ആരാണ്? എനിക്ക് നിന്നെ ആവശ്യമില്ല എന്ന നിലപാട് അധികാര രാഷ്ട്രീയ മനോഭാവമുള്ള ഫറവോന്റെ നിലപാടിന് തുല്യമാണ്. യഹോവ ആർ എന്ന ഒരു ചോദ്യം മനുഷ്യന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടെങ്കിലും അതിൻ്റെ പ്രതിധ്വനി ചരിത്രത്തിൻ്റെ ഇടനാഴികളിൽ ഇന്നും കേൾക്കുന്നു. പുറപ്പാട് 5:2 മിസ്രയീമിന്റെ സിംഹാസനത്തിലിരുന്ന ഫറവോൻ മോശയുടെയും അഹരോന്റെയും മുമ്പിൽ ഉച്ചരിച്ച വാക്കുകളാണ് യഹോവ ആർ. യഹോവ ആർ, ഞാൻ അവന്റെ വാക്ക് കേട്ട് ഇസ്രയേലിനെ വിട്ടയപ്പാൻ യഹോവയെ ഞാൻ അറിയുന്നില്ല, ഞാൻ ഇസ്രയേലിനെ വിട്ടയക്കുമില്ല. അതൊരു ചോദ്യം മാത്രമായിരുന്നില്ല, അത് ദൈവത്തിന്റെ പരമാധികാരത്തോടുള്ള വെല്ലുവിളിയായിരുന്നു. എൻ്റെ രാജ്യത്തിനു മേൽ മറ്റൊരു രാജാവുണ്ടോ? എൻ്റെ കൽപ്പനയ്ക്ക് മീതെ മറ്റൊരു കൽപ്പനയുണ്ടോ? എൻ്റെ അധികാരത്തെ മറികടക്കാൻ കഴിയുന്ന മറ്റൊരു ശക്തിയുണ്ടോ എന്ന അഹങ്കാരത്തിൻ്റെ ഭാഷയായിരുന്നു ഫറവോന്റെ വാക്കുകളിൽ നിലച്ചു നിന്നത്. എന്നാൽ ഫറവോൻ അറിഞ്ഞിരുന്നില്ല താൻ ചോദ്യം ചെയ്തത് ഒരു മറുപടി പറയാൻ സാധിക്കാത്ത സാധാരണ ദൈവത്തോടല്ലെന്ന്. നദികളെ സൃഷ്ടിച്ചവൻ, സമുദ്രത്തിന് അതിർവരമ്പുകൾ നിർമ്മിച്ചവൻ, രാജാക്കന്മാരുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നവൻ, ചരിത്രത്തിന്റെ ഗതിയെ തൻ്റെ ഇഷ്ടപ്രകാരം തിരിക്കുന്നവൻ, അതേ ദൈവത്തെയാണ് താൻ ധിക്കരിച്ചതെന്ന് ഫറവോൻ അറിഞ്ഞിരുന്നില്ല. ഫറവോൻ ചോദിച്ചു, യഹോവ ആർ? ദൈവം വാദപ്രതിവാദത്തിലൂടെ മറുപടി നൽകിയില്ല. തൻ്റെ ശക്തിയിലൂടെയുള്ള പ്രകടനത്തിലൂടെ ദൈവം ഉത്തരം നൽകി. മോശയുടെ വടി ബാമ്പായി മാറിയപ്പോൾ ഫറവോന്റെ അരമനയിലെ മാന്ത്രിക അതിനെ മറികടക്കാൻ ശ്രമിച്ചു. മനുഷ്യന്റെ കൃത്രിമ ശക്തിക്ക് ദൈവിക ശക്തിയെ അനുകരിക്കാനാവുമെന്ന് തോന്നിയെങ്കിലും കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ സത്യം തെളിഞ്ഞു. ദൈവഭക്തന്റെ കൈകളിൽ ഉണ്ടായിരുന്ന വടി അവരുടെ വടികളെ വിഴുങ്ങി. അതൊരു ചെറിയ അത്ഭുതമല്ലായിരുന്നു. മനുഷ്യശക്തിയുടെ പരിധി ദൈവത്തിന്റെ അധികാരത്തിന് മുമ്പിൽ എവിടെ അവസാനിക്കുന്നു എന്നതിന്റെ ആദ്യ പ്രഖ്യാപനമായിരുന്നു. പിന്നീട് നൈൽ നദി രക്തമായി തീർന്നു. മിസ്രയീമിന്റെ അഭിമാനമായിരുന്ന നദി തന്നെ അവരുടെ മേൽ സാക്ഷിയായി. തവളകൾ വന്നു, പേൻ വന്നു, ഈച്ചകൾ വന്നു, മൃഗങ്ങളിൽ ബാധ വന്നു, മനുഷ്യരുടെ ശരീരത്തിൽ വ്രണങ്ങൾ പൊട്ടി, ആകാശത്തു നിന്ന് കൽമഴ വീണു, വെട്ടുക്കിളിൽ ദേശത്തെ വിഴുങ്ങി. മിസ്രയീമിന്റെ വീടുകളിൽ കനത്ത ഇരുട്ട് പരന്നു. ഓരോ ബാധയും ഫറവോന്റെ അഹങ്കാരത്തിന്റെ ഓരോ പാളി വീതം തകർത്തുകൊണ്ടിരുന്നു. ഒടുവിൽ മിസ്രയീമിന്റെ ആദിജാതക്കന്മാരുടെ നിലവിളി രാത്രിയുടെ നിശബ്ദതയെ കീറിക്കടന്നപ്പോൾ യഹോവ ആർ എന്ന ചോദ്യത്തിന് മിസ്രയീമിന്റെ തിരുകുല തന്നെയാണ് മറുപടി പറഞ്ഞത്. ദൈവം തന്റെ അസ്തിത്വം തെളിയിക്കാൻ മനുഷ്യന്റെ അംഗീകാരം ആവശ്യമില്ല. എന്നാൽ മനുഷ്യർ ദൈവത്തെ നിഷേധിക്കുമ്പോൾ ദൈവം പലപ്പോഴും തൻ്റെ പ്രവർത്തകരിലൂടെ തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നു. ഫറവോന് ദൈവത്തെക്കുറിച്ച് കേൾക്കേണ്ടിയിരുന്നില്ല, ദൈവത്തിന്റെ ശക്തി കാണേണ്ടി വന്നു. മോശയുടെ വാക്കുകൾ അവൻ നിരസിച്ചു, എന്നാൽ ദൈവത്തിന്റെ പ്രവർത്തികളെ നിരസിക്കാൻ അവന് കഴിഞ്ഞില്ല. മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് സംശയിക്കാൻ, ദൈവത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നിർത്തിവെക്കുവാൻ അവനാവില്ല. ഫറവോന്റെ ദുരന്തം അവൻ ദൈവത്തെ അറിയാത്തതിൽ മാത്രമുണ്ടായിരുന്നതല്ല, അറിയാനുള്ള അവസരം ലഭിച്ചിട്ട് തൻ്റെ ഹൃദയം കഠിനമാക്കിയതിലാണ്. ഓരോ മുന്നറിയിപ്പിനും ശേഷം അവൻ മടങ്ങിപ്പോകാമായിരുന്നു. ഓരോ ബാധയ്ക്ക് ശേഷവും അവന് വിനയപ്പെടാമായിരുന്നു. എന്നാൽ അധികാരത്തിന്റെ മയക്കം അവന്റെ ആത്മാവിനെ കല്ലാക്കി മാറ്റി. ദൈവത്തിന്റെ അടയാളങ്ങൾ അവന്റെ ഹൃദയത്തെ ഒരുക്കിയില്ല, മറിച്ച് അവന്റെ അഹങ്കാരത്തെ കൂടുതൽ കട്ടിയാക്കി. ഇതാണ് മനുഷ്യന്റെ ഏറ്റവും ഭയാനകമായ ആത്മീയ ദുരവസ്ഥ. ദൈവം സംസാരിക്കാത്തതല്ല പ്രശ്നം, ദൈവം സംസാരിച്ചിട്ടും കേൾക്കാൻ വിസമ്മതിക്കുന്ന ഹൃദയമാണ് പ്രശ്നം. ദൈവത്തെ ചോദ്യം ചെയ്ത ഫറവോന് ഒടുവിൽ ദൈവം തന്റെ ശക്തിയാൽ ഉത്തരം നൽകി. ചെങ്കടലിന്റെ തീരത്തെത്തിയപ്പോൾ ഫറവോൻ തോന്നിയിരിക്കാം, ഇനിയും ഇസ്രായേലിന് രക്ഷയില്ല. മുമ്പിൽ കടൽ, പിന്നിൽ ഫറവോന്റെ സൈന്യം, ഇടയിൽ ഭയത്താൽ വിറയ്ക്കുന്ന ഒരു ജനത. മനുഷ്യന്റെ കണക്കിൽ അത് അവസാനമായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ കണക്കിൽ അത് അത്ഭുതത്തിന്റെ വേദിയായിരുന്നു. മനുഷ്യൻ മതിൽ കണ്ടിടത്ത് ദൈവം വഴി കണ്ടു. ഫറവോന്റെ രഥങ്ങൾ പിന്തുടർന്നപ്പോൾ ദൈവം അതേ കടലിനെ വീണ്ടും അടച്ചു. ഒരു ജനതയ്ക്ക് രക്ഷ, മറ്റൊരു ജനതയ്ക്ക് ശിക്ഷ. ദൈവത്തിന്റെ സാന്നിധ്യം ഒരിക്കലും നിഷ്പക്ഷമായ ഒരു കാഴ്ചയല്ല. അവനെ വിശ്വസിക്കുന്നവന് അത് അഭയവും അവനെ ധിക്കരിക്കുന്നവന് അത് ഭയങ്കര യാഥാർത്ഥ്യവുമാവുന്നു. അതിനെ യഹോവയാറെന്ന ഫറവോന്റെ ചോദ്യം ചരിത്രത്തിൽ മറഞ്ഞു പോയിട്ടില്ല. അതിനുത്തരം ഇന്നും നിലനിൽക്കുന്നു. അവൻ അടിമയെ സ്വതന്ത്രനാക്കുന്ന ദൈവമാണ്, അടഞ്ഞ കടലിൽ വഴി തുറക്കുന്ന ദൈവമാണ്, അഹങ്കാരിയായ രാജാവിന്റെ സിംഹാസനത്തെക്കാൾ ഉയർന്നിരിക്കുന്ന ദൈവമാണ്. മനുഷ്യൻ അസാധ്യമെന്ന് എഴുതുന്നതിൽ ഇത് ഞാൻ ചെയ്യുമെന്ന് എഴുതാൻ കഴിയുന്ന ദൈവമാണ്.
കടലിന് അതിര് വെക്കുന്ന ദൈവത്തോട് മനുഷ്യന്റെ അഹങ്കാരത്തിന് അതിരിടാൻ കഴിയുമോ? മണ്ണിൽ നിന്നും മനുഷ്യരെ രൂപപ്പെടുത്തിയവനെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് വിചാരണ ചെയ്യാൻ കഴിയുമോ? രാജാക്കന്മാരെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നവനെ ഒരു സിംഹാസനത്തിൽ ഇരുത്താൻ മനുഷ്യനെ ചോദ്യം ചെയ്ത് കീഴ്പ്പെടുത്താനും കഴിയുമോ? ദൈവത്തെ ചോദ്യം ചെയ്യാം, പക്ഷെ ദൈവത്തെ തോൽപ്പിക്കുവാനാവില്ല. ദൈവത്തെ നിഷേധിക്കാം, പക്ഷെ ദൈവത്തിന്റെ സത്യത്തെ ഇല്ലാതാക്കാനാവില്ല. ദൈവത്തിന്റെ ശബ്ദം അവഗണിക്കാം, പക്ഷെ അവന്റെ പ്രവൃത്തികളെ എന്നേക്കും അവഗണിക്കുവാനാവില്ല. ഫറവോൻ ചോദിച്ചു, യഹോവ ആർ? ചരിത്രം ഉത്തരം പറഞ്ഞു, അടിമകളുടെ ദൈവം അവരുടെ വിമോചകനാണ്. കടൽ ഉത്തരം പറഞ്ഞു, അവന് വഴിയില്ലാത്തവന് വഴി ഉണ്ടാക്കുന്നവനാണ്. മിസ്രൈമ്യം ഉത്തരം പറഞ്ഞു, അവന്റെ അധികാരത്തെ ചെറുക്കുവാൻ ഒരു രാജാവിന് കഴിയില്ല. ഇസ്രായേൽ ഉത്തരം പറഞ്ഞു, അവൻ വാഗ്ദാനം ചെയ്യുന്നവനും വാഗ്ദത്തം നിറവേറ്റുന്നവനുമാണ്. അതുകൊണ്ട് ജീവിതം നിന്നെ ചോദ്യം ചെയ്യുന്ന ദിവസങ്ങളിൽ നീ ദൈവത്തെക്കുറിച്ച് സംശയിക്കുന്നതിനേക്കാൾ ദൈവം നിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളെ ഓർക്കുക. നിന്റെ മുമ്പിലുള്ള കടൽ അവസാനമല്ല. നിന്റെ പിന്നിലുള്ള ഫറവോൻ അന്തിമ അധികാരിയല്ല. നിന്റെ ഇന്നത്തെ കണ്ണീർ നിന്റെ ജീവിതത്തിന്റെ അവസാന വാക്കല്ല. കാരണം അതിരുകൾ നിർണയിക്കുന്നവനും ചരിത്രം തിരിക്കുന്നവനും കടൽ പിളർക്കുന്നവനും രാജാക്കന്മാരുടെ രാജാവുമായ ദൈവം ഇപ്പോഴും സിംഹാസനത്തിലിരിക്കുന്നു. മനുഷ്യൻ ചോദ്യം ചോദിക്കട്ടെ, ദൈവം ഉത്തരം നൽകും. പക്ഷേ അവന്റെ ഉത്തരം എല്ലായ്പ്പോഴും വാക്കുകളായിരിക്കണം എന്നില്ല. ചിലപ്പോൾ അതൊരു അത്ഭുതമായിരിക്കും, ചിലപ്പോൾ ഒരു വഴിയായിരിക്കും, ചിലപ്പോൾ ഒരു വിടുതലായിരിക്കും, ചിലപ്പോൾ ഒരു ന്യായവിധിയായിരിക്കും. എന്നാൽ ഒടുവിൽ ഓരോ തലമുറയും സമ്മതിക്കേണ്ട ഒരു സത്യമുണ്ട്. യഹോവ ആർ എന്ന ചോദ്യത്തിന് ചരിത്രത്തിന്റെ അന്തിമോത്തരം ഒന്ന് തന്നെ: യഹോവ ദൈവമാണ്. യഹോവ മാത്രം ദൈവമാണ്. അവനോട് തുല്യനായ മറ്റൊരു ദൈവമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.